കാക്കുവോ, നിങ്ങളെപ്പോലത്തെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ ഭാര്യമാര് പറയണതൊക്കെ കുശുമ്പും മണ്ടത്തരാണെന്ന്. ഞങ്ങൾ കയറി വന്ന പെണ്ണുങ്ങളാണല്ലോ, അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് ഉപ്പാനും ഉമ്മാനും കൂടപ്പറപ്പുകളെയൊക്കെ തെറ്റിക്കാൻ വേണ്ടി പറയണതാണെന്നേ നിങ്ങൾ വിചാരിക്കുള്ളൂ. അതേ, ഞാൻ കയറി വന്ന പെണ്ണാണെങ്കിലും നിങ്ങളുടെ ഉപ്പാനും ഉമ്മാനെയും നിങ്ങളെക്കാട്ടും കൂടുതൽ മനസ്സിലാക്കിക്കുന്നത് ഞാനാണ്. ജോലി എന്ന് പറഞ്ഞ് നിങ്ങൾ ആൺമക്കൾ അങ്ങോട്ട് പോവും, ഞങ്ങൾ ഈ മരുമക്കളാണ് 24 മണിക്കൂറും നിങ്ങളുടെ വീട്ടുകാരുടെ കൂടെ കഴിയണത്. അപ്പൊ അവരെ നല്ല സ്വഭാവവും ചീത്ത സ്വഭാവവും ഒക്കെ ഞങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങളുടെ മുന്നിൽ അവര് നല്ല സൈഡ് മാത്രമേ കാണിക്കുള്ളൂ, ലോകത്തുള്ള എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയണത്. പക്ഷെ ചിലരൊക്കെ അങ്ങനെയാണ്. എന്നാലും ഉമ്മ ഇപ്പൊ അങ്ങനെ വേർതിരിവ് കാണിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പോട്ടെ. ഞാൻ വിചാരിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയുള്ള ഞാൻ ആവോളം പറഞ്ഞത് ഈ വീട് പൊളിച്ച് പണിയണ്ടാന്ന്. ഓടിട്ടൊരു കുഞ്ഞു വീട് 2 നില വാർപ്പ് വീടാക്കി എടുക്കാനേ നിങ്ങളുടെ ഒരു ആയുസിന്റെ അധ്വാനാണ് കളഞ്ഞത്. പോരാത്തതിന് എന്റെ സ്വർണം വേറെ. ഞാൻ ദുബായിക്കാരനല്ലടി, എന്നെ കൊണ്ട് ഇനി ഇതുപോലെ 10 വീട് വെക്കാൻ പറ്റുന്ന ഉമ്മ അറിയണം. ബസ്സിൽ ചില്ലറ പൈസക്ക് പണിക്കോണം, ഓനെ കൊണ്ട് ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഓടത്തോട്ടെ, അതല്ല ഇപ്പം എല്ലാവരും ആഗ്രഹം, അങ്ങനത്തെ നടക്കട്ടെ. എന്നാലും ഉമ്മ ഇപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ അവകാശം തരുന്നത് ഞാൻ വിചാരിച്ചു. ആ വിചാരം തെറ്റായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ? അവർക്ക് എന്നും പ്രിയം ചെറിയ മോനോടാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ആ മതി, കഴിഞ്ഞ് ഈ ഉമ്മാനെ പനി കൊണ്ട് കുറ്റം പറയാൻ നിൽക്കണ്ട, ഇങ്ങനെ ചില നിർത്തിക്കോ. ഞാൻ പറയും, ഇതൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഭ്രാന്തായിട്ട് പോവും. നിങ്ങൾക്ക് എന്നോട് ചിലക്കാൻ മാത്രമേ അറിയുള്ളൂ. ഉപ്പയും ഉമ്മയും തീരുമാനം പറയണ സമയത്ത് ഓരോടൊരു വാക്ക് പറയാൻ നിങ്ങളുടെ നാവ് പൊന്തിയില്ലല്ലോ. എന്നോട് ഈ ചാടണ ചാട്ടം അവിടെ ചാടിയില്ലല്ലോ. അതെ, ഉമ്മാട് പാടും ചാടാൻ ഞാൻ പഠിച്ചിട്ടില്ല. വേണ്ട, ചാടണ്ട. തെറ്റ് ചെയ്താ ചോദ്യം ചെയ്യാലോ, അതിപ്പോ ആരിനാണെങ്കിലും. കാക്കുവോ, 19ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്നെ കെട്ടി വീട്ടിക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പൊക്ക് വയസ്സ് 30 കഴിഞ്ഞു. നിങ്ങൾ അന്നും പ്രവാസി, ഇന്നും പ്രവാസി. ഇതിനിടയ്ക്ക് വർഷത്തിൽ വെറും 2 മാസമാണ് നിങ്ങൾ വരിക. അപ്പോഴാണ് എനിക്ക് നിങ്ങളൊന്നും കാണാൻ കിട്ടല്. എല്ലാരും നിങ്ങൾ കരകയറ്റി. നിങ്ങൾക്ക് കരകയറാന് നിങ്ങൾ വീണ്ടും പ്രവാസത്തേക്ക്. ജീവിതകാലം മുഴുവനെ പ്രവാസിന്റെ ഭാര്യയായിട്ട് ജീവിച്ച് മരിക്കേണ്ട ഒരു പെണ്ണിന്റെ വേദന ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവൂല, അനുഭവിച്ചറിയണം.